ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ നേരെ ചൊവ്വ മെറ്റയിൽ നിന്നല്ല അവരവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും കിട്ടുന്നത് അല്ലേ, അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പം ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കയറിപ്പോൾ പറഞ്ഞു നിൻ്റെ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലിടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേറെ ഫോണിലെടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പ്രതികരിക്കുക? അവരോട് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രമോഷനാണ്. 3000 എടുത്ത സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഇനി എനിക്കൊന്ന് 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണു സുധി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവരെന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണു സുധി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്നേ ഞാൻ പറയുന്നു. കാരണം ഇപ്പം ഷഫീന ബീവി തന്നെ ഞാനിപ്പം ആദ്യമൊക്കെ അവരുടെ ദേഷ്യം, എനിക്കിപ്പം ദേഷ്യമില്ല. കാരണം അവർക്ക് 2 കാലും വയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നെ വിട്ടിട്ട് ജീവിക്കട്ടെ എന്നേ, ഒരു വികലാംഗിയായിട്ടുള്ള സ്ത്രീയല്ലേ, അവർ ജീവിക്കട്ടെ എന്നെ വിട്ടിട്ട്. അല്ലത് ഇപ്പം ഞാനെന്ത് പറയണേ, എന്നെ പറയുന്നതിന്. പക്ഷെ എൻ്റെ വീട്ടുകാരെയൊക്കെ പറയുന്നത് ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. അതെനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ മക്കളെയും വീട്ടുകാരെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു 3 ക്രിയേറ്റേഴ്സ് ഒരു കാറിലിരുന്നിട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അത് പറയുന്നുണ്ട്, രേണു നോർമലി ഇട്ട റീലിൻ്റെ അകത്ത് ഷോൾ താന്നിട്ട് ഇല്ല ഡ്രസ്സ് കയറ്റിയിട്ടിട്ടാണ്, അല്ലാതെ സബ്സ്ക്രിപ്ഷൻ ഇടുമ്പോഴത്തേക്ക് ഇറക്കിയിട്ടിട്ടാണ് ഇടുന്നത്. അപ്പം അത് റീച്ചിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശരീരം കാണിക്കുന്നത്. അത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. അത് എന്തുവാകട്ടെ. ഇപ്പം ഞാൻ മുട്ടായി തിന്നുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവന്മാർ തന്നെ എടുത്ത് പുറത്ത് ഞാൻ മുട്ടായി തിന്നുമല്ലേ, അതിനകത്ത് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കാമെന്ന് ഞാനത് കൊടുക്കും. ഇതിപ്പം എന്നാ പറയുക, ഇവർ ഈ പറയുന്ന പോലെ എനിക്കിപ്പം ഷോള് അങ്ങനെ ഇട്ടിട്ട് സംസാരിക്കണം തോന്നി ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിപ്പം പബ്ലിക്കായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് തോന്നിക്കൊണ്ട് ഞാൻ ഷോള് കയറ്റിയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ റീൽ ചെയ്തു. അതിനുള്ള ഉത്തരം അതാണ്. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, പേഴ്സണൽ മാറ്ററല്ലേ. അതൊക്കെ എന്തിനാണ് ഇവരൊരു സത്യം പറഞ്ഞാൽ രേണുസുധി എന്നുള്ളൊരു ചർച്ചാവിഷയമാണ്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ഇത് കണ്ട പോലെ ഒരു എക്കോസിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു രേണു സുധി കണ്ടന്റ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇത് തന്നെ. അവരെന്നെ വെച്ചൊരു പൈസ ഉണ്ടാക്കുന്നു, ഞാനതുപോലെ റീച്ച് ആകുന്നു, എനിക്ക് വർക്ക് കിട്ടുന്നു, എനിക്ക് പിന്നെ അവരെന്നെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു എക്കോസിസ്റ്റമായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഈ രേണു സുധി എന്നുള്ള ഒരു സാധനം. അതുപോലെ തന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിനോ എന്തിനോ കാര്യത്തിന് വയനാട് പോയ ടൈമിൽ ഒരു ചെരുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പ് 35,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറേ പേര് ട്രോളിട്ട് പറഞ്ഞു ഇത് 35,000 അല്ല 500 രൂപയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അത് 35,000 രൂപയുടെ ചെരുപ്പാണോ? ഒരു മിനിറ്റ് പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പറ. ശരിക്കും അത് 35,000 ചെരുപ്പാണോന്നോ? സത്യം പറഞ്ഞത് എത്ര രൂപയുടെ ചെരുപ്പാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. 35 എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഞാനല്ല അത് മേടിച്ചവർ പറഞ്ഞത് ഇത്ര കോസ്റ്റ്ലി ചെരുപ്പാണെന്നാണ് പറഞ്ഞത്. സോ 35,000 എന്നങ്ങ് പറഞ്ഞു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നടേ, 5 രൂപയുടെ മറ്റേ ഡ്രസ്സ് അല്ല 250 ഡ്രസ്സ് മേടിച്ചിട്ട് 5,000 ഡ്രസ്സാന്ന് പറയുന്നില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ബ്ലൂടിക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ രേണു സുധി എന്നുള്ള പേര് മാറിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ID കാർഡ് ഞാൻ ശരി അത്രയും മുഴുവൻ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതിനെയും പലരും വളച്ചൊടിച്ച് പറയുന്നുണ്ട്. രേണു ഈ ഒരു ബ്ലൂടിക്ക് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി മാത്രമാണ് ഈ സുധിച്ചേട്ടൻ്റെ പേര് വലിച്ചിഴച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് കിട്ടിയപ്പോൾ അവൾ പേര് മാറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു പറഞ്ഞത് വളരെ തികച്ചും തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. കാരണം എൻ്റെ ID കാർഡിലെ നെയിം ഞാൻ കാണിച്ചത്, ഈ നമ്പർ രേഷ്മ പി തങ്കച്ചൻ. ഈ ID കാർഡിലെ ഫോട്ടോ കണ്ടാൽ മറ്റേ ഭർത്താവിനെ തലക്കടിച്ചു വന്ന യുവതി അറസ്റ്റ് എന്ന് പറയുന്ന ഷേപ്പാണ്. ആദം എന്തുവാടി ആസാം യുവതി അറസ്റ്റിൽ എന്ന് പറയുന്നൊരു ഷേപ്പുള്ള ഫോട്ടോയാണ്. അതിന് ഫോട്ടോ മൂടി വെക്കാം. രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 ആകുമ്പോൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള എൻ്റെ ആധാർ കാർഡിലെ പേരാണ്. ആ ഒരു പേര് കൊടുത്താൽ മാത്രമേ നമുക്ക് ബ്ലൂടിക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ സുധിച്ചേട്ടനെ ദൂരെ എടുത്ത് പള്ളയിലെടുത്ത് കളഞ്ഞതല്ല ഞാൻ. ഓക്കെ, സുധിച്ചേട്ടനെ കളഞ്ഞതല്ല ഞാൻ. പുതിയ പ്രോജക്റ്റുകളും കാര്യങ്ങളും ഇപ്പം ഇനിയും ഉടനെ എന്തൊക്കെയാണ്?
നമ്മുടെ അതെ RJ ലച്ചു എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഡയറക്ടർ RJ ലച്ചു. നിങ്ങൾക്ക് അറിയാമല്ലോ, വിവാദപരമായിട്ടുള്ള മന്ദാരച്ചേലിൻ്റെ ഡയറക്ടർ. അതുപോലെ രണ്ടാമത്തെ കള്ളുപ്പെണ്ണും കള്ളുകുപ്പിയും കേസായിട്ട് എന്നെ എക്സൈസ് പിടിച്ച് പോലീസ് പിടിച്ചെന്നൊക്കെയാണ് അറിഞ്ഞത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? പോലീസ് സ്റ്റേഷനിൽ പോയ വ്യക്തിയാണ് കേട്ടോ പറയും. യഥാർത്ഥത്തിൽ അതെന്താണ് സംഭവം? അതിനകത്ത് പല രീതിയിലും ആദ്യം ഒരു ബെഡ്റൂം സീനിൻ്റെ ഒരു സാധനം അതൊരു വിവാദമായിട്ടുണ്ടായിരുന്നു പല രീതിയിൽ. താങ്കൾക്ക് പോലും മോശമാകുന്ന രീതി വന്നിട്ടുണ്ട്. അതിനുശേഷം കള്ള് ലേബൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കേസ് കൊടുക്കുകയും ഡയറക്ടർക്കും അതിൻ്റെ അകത്ത് അഭിനയിച്ച ആൾക്കാർക്കും അതിലെന്താണ് സംഭവം? അതിൻ്റെ അപ്ഡേഷൻ എന്താണ്? കേസായോ? കേസില്ല, അത് അവരുടെ വ്ളോഗേഴ്സിന്റെ റീച്ചിന് വേണ്ടി അവരിട്ടാണ്. ഇനി പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് വരുന്ന 27, 28, 29 കാന്തല്ലൂർ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. രേണു ചേച്ചിനെ നായികയാക്കി വെച്ച്. അതും ഷാപ്പ് റിലേറ്റഡ് വല്ലതും? അല്ലല്ല, അതൊരു നാടൻപാട്ടല്ല, ആൽബംസും എല്ലാവരും സിനിമാറ്റിക്. ശരി, എന്തായാലും 2 നായകന്മാർ കാണും അല്ലേ? സർപ്രൈസ് ആയിരിക്കും നായകന്മാർ. ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. എന്തോ അങ്ങനെ ചോദിക്കും. പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നിൽക്കും. കേരളത്തിൽ ഈ എന്താ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നല്ലോ. പക്ഷേ ഒരാളുടെ കുടുംബത്തിൽ കയറി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ, നിങ്ങൾക്കറിയാം, 2 പേരെ അറിയുന്ന ആളാണ്, അങ്ങനെ പറയത്തുള്ളൂ, ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഞാൻ. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞോട്ടെ, എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന തന്തേനെ തള്ളേനെ ഒക്കെ പറയുന്ന ഒരു തരം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് ഞാനും കട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ശരി, ബൈ.